എല്ലാം ഉണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വിശേഷിച്ച പാല് വെച്ചിട്ട് അപ്പൂസ് പാല് പോയി കൊണ്ടുവന്നുള്ളത്. ഇത് നല്ല പണിയാണ് മിക്ക അപ്പൂസിന്. അമ്മോടുണ്ടാവില്ല. 2 ദിവസമായിട്ട് നമ്മുടെ വിറകില്ലേ, അന്ന് കൊണ്ടുവന്ന വിറകും ആ മുറ്റത്തുള്ള കേട്ടോ തൊടിയിലുള്ളത് കുറേശ്ശെ ഞങ്ങൾ കൊണ്ടുവയ്ക്കും. എന്നിട്ട് കോണി ഇവിടെ വെച്ചിട്ട് വഴുക്ക് നമ്മുടെ നിലപ്പെട്ട ഇതിട്ടുകൊണ്ട് കോണി നിൽക്കില്ല, വഴുക്ക് കേട്ടോ. അപ്പോൾ ഞാൻ പിടിച്ചോണ്ടിട്ട് അവനതിൻ്റെ മേലെ കയറി നിന്നിട്ട് കുറേശ്ശെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇന്നും കുറച്ച് ഒതുക്കിയിട്ടാ ഒറ്റയടിക്ക് വയ്യ. നാളെ അതുകൊണ്ടൊക്കെ ഉണ്ടാവും കൊടുക്കാൻ. എന്നിട്ട് ആ കാലത്ത് വെച്ചാലേ കൊടുക്കാം. കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പണി മാറ്റി വരുമ്പോൾ കാച്ചിട്ട് നന്നാരിയാലൊക്കെ വേഗം കഴിച്ചു കേട്ടോ. ഇതാക്കി വെച്ചിട്ടുണ്ട് പച്ചരി. ഇന്നലെ നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് ഉണ്ടാവും പുഴുങ്ങല്ലരി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചരി ഗോതമ്പ് പ്രാവശ്യം കിട്ടി നമുക്ക്. ആട്ടപ്പൊടി പ്രാവശ്യമല്ലേ ഗോതമ്പിന്. ഇത് കഴുകി വെയിലുണ്ടായിട്ട് വേണം കഴുകിയിട്ട് മാറ്റി വെക്കാൻ. പച്ചരി കുറവാണ്, പച്ചരിയാണ് നമുക്ക് ആവശ്യം. ചായക്കൊക്കെ കുറച്ച് കുറവാണ് പ്രാവശ്യം. 4 കിലോയുടെ അങ്ങോട്ടുള്ളൂ. നല്ല പച്ചരി കേട്ടോ. ഇപ്പം ഇതിനൊക്കെ എടുത്ത് പാലിൽ സെറ്റാക്കി വെക്കണം. ഈ ബക്കറ്റാണ്, ബക്കറ്റിൽ കുറച്ച് അരി ഉണ്ട് കേട്ടോ. മറ്റേ വേവുള്ള അരിയില്ലേ, പച്ചരി ഇത്രയും. ചോറിന് വെള്ളം വെച്ച് നമ്മളെ വിറക് ഇവിടെ വെച്ചതൊക്കെ ഉണങ്ങി കിട്ടാം. ഇതൊക്കെ ഇപ്പം നല്ല പോലെ ഉണങ്ങി. കാരണം ഞാൻ പറയുന്നത് വില ഇങ്ങനെ വാരാൻ വെക്കില്ല നമ്മളെ. അപ്പോൾ നല്ലപോലെ ഉണങ്ങിട്ട് അപ്പം ഞാൻ വെച്ചാൽ ചോറിന് വെള്ളം ചുക്കൊള്ളം വെക്കണം. ചോറൊക്കെ വെള്ളം വെച്ചിട്ട് നമ്മൾ ഓലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്നോ ഉള്ളതാണ്. അപ്പോസ് അതിന് മേലെ കയറിയപ്പോൾ അതിൻ്റെ മേലെ കയറി താഴ്ത്തി കിട്ടണം തീ പിടിപ്പിക്കാൻ കത്തിക്കാൻ. ഇത് ഇവിടുന്ന് മാറ്റാം, കാരണം ഇവിടെ വെച്ച് ശരിയാവില്ല. പാമ്പ് എല്ലാവരും ചീത്തറിയിട്ട് പാമ്പ് വരും പറഞ്ഞിട്ട് എന്തായാലും ഒന്ന് കിടക്കുന്ന പറയട്ടെ മാറ്റി വെക്കണം. അപ്പം അതിൻ്റെ മേലെ കൊടുത്ത് വെച്ചതാ. തിരുമ്പൽ കൈട്ടിലേട്ടന്ന് അമ്മ ഒന്ന് TC വാങ്ങാൻ പോയായിരുന്നു അവരുടെ കോളേജിലേക്ക്. അപ്പോൾ വന്നിട്ടേത് അപ്പം ഇനി തിരുമ്പൽ അല്ലെങ്കിൽ അവൾ അമ്മ ചെയ്യണം. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ ചെയ്യണം. അങ്ങനെ അരി ഇട്ടിട്ടാണ് പോവാ ചേട്ടാ. അതൊക്കെ ആയിരിക്കും ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ്. തേങ്ങ കുറച്ച് കൊണ്ടുവരും അറിയില്ല. ഇതിലൊക്കെ വേണമെന്നില്ല. ഞാൻ ചക്കപ്പം ഉണ്ടാക്കാൻ വെച്ചിട്ട് അരിപ്പൊടിയൊക്കെ കൊണ്ടുവച്ചു. തേങ്ങ ഒന്ന് കിട്ടുമോ പോയോട്ടെ അവിടെ വീടെടുക്കണ്ടെങ്കിൽ കിട്ടും. ചിലപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ടാവും, മുളച്ചിട്ടൊക്കെ കിടക്കുക അവിടെ. എന്തായാലും ഇതിനൊരു പാത്രത്തിനും കൂടെ ഇട്ടേക്കട്ടെ. നമ്മൾ ഈ അരിയില്ലേ ഇതിലിപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടേക്കാൻ അറിയില്ല. ആകെ പാത്രം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇട്ട് വെക്കട്ടെ. ഞാൻ എടുക്കാം. ഞാനേ തേങ്ങ ഒരെണ്ണം കിട്ടും. അപ്പോൾ അതിങ്ങനെ കുത്താക്കിയിടില്ലേ ചക്കപ്പത്തിൽ അങ്ങനെ ഇടാച്ചിട്ട് നാളെ ചിരക്കിട്ടെ. അപ്പം ഇങ്ങനെ ഇടാച്ചിട്ടേ ഇതിന് കൂടെ എടുക്കട്ടെ. കുറെ എടുക്കാല്ലേ, കുറെ വേണ്ട അടിക്കാൻ. ഇവരൊക്കെ പെറുക്കിക്കളയേ. അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കരിയട്ടോ. എന്താണ് കൂത്ത് കയറിയോ? ചക്കയൊക്കെ ഇങ്ങനെ വീട് കിടക്കുന്നുണ്ട്. ചക്ക അത് വെറുതെ നാശമായി പോകുവാണേ. അവർ ആർക്കും ഇടയിൽ കൊടുക്കാം കേട്ടോ. ആ തൊടിയിലേ കാടല്ലേ എന്നുവെച്ചാൽ അങ്ങനെ ചാടി പോയില്ലേ. അതിൻ്റെ മുന്നിൽ പോയിട്ട് ഒരു ദിവസം പോയി പറിക്കണം. കോണി വെച്ച് കയറി തന്നെ കിട്ടും. അങ്ങനെ ചെത്തിരിക്കാം. അപ്പം അടിച്ചവരോട് പറയുമ്പോൾ തിരുമ്പിയിട്ട് ഇങ്ങനെ പറഞ്ഞു. തിരുമ്പാൻ പോയ ആളാണ് അങ്ങനെ പോയിട്ട് പണിക്കൊരുങ്ങിയ നിൽക്കണേ. തിരുമ്പട്ടെന്നാ അമ്മ കൊത്തൊന്ന് ചെറുതാക്കി അരിയാൻ പറ്റുമോ? വയ്ക്കോ? കയ്യ മുറിയരുത് കേട്ടോ. കറിയിടപ്പത്തെ ചക്കപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊക്കെ എടുക്കാല്ലേ. അപ്പം അന്ന് നമ്മളെ ശർക്കര അതിൽ കമ്മിയായതുകൊണ്ട് മധുരം കുറവാണല്ലോ. ശർക്കര അവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ടല്ലേ, അതിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് അമ്മ. അതിങ്ങനെ ഉരുകിയിട്ട് ഇതിൽ കൂട്ടിക്കുഴയ്ക്കാം. തേങ്ങ കൊത്തടുത്തന്നെ ഏലക്ക പൊടി, ഏലക്ക ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നെയ്യുണ്ട്. നെയ്യ് എന്തിനാ ഫ്രിഡ്ജിൽ വയ്ക്കണേ?
ശർക്കരപ്പാൻ ടൈറ്റാണോ? നെയ്യ് ഒഴിച്ച മുതലേക്ക് ഇല്ലല്ലോ. കുറച്ച് നെയ്യ് അങ്ങോട്ട് അതിൻ്റെ മേലെ വെച്ചെന്നാണ്. മണം വേണ്ടേ അല്ലേ? ഇതിൽ വെച്ചിട്ടാണ് കട്ടയിട്ട് കുറച്ചൊക്കെ ഇരിക്കുന്നല്ലേ. മതിയില്ലോ ഞാൻ കുറേ ആയോ? നേരത്തെ ഒഴിച്ചു കുറച്ച്. അത് മതി, അല്ലാണ്ട് മണമായാലും അല്ലേ. എന്താണ് അപ്പോൾ എന്ത് ഫ്രിഡ്ജിലേക്കാണ്? ശർക്കരപ്പാനി എനിക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാമല്ലേ. കുറച്ചും കൂടെ ഒരു കാലമുണ്ട്. കട്ട ഉണ്ടോ? മധുരം ഉണ്ടായിരുന്നില്ല ഇന്നാളത്തെ. അപ്പോൾ ഞാൻ 3 അച്ചൽ ശർക്കര എടുത്തിട്ടുണ്ട്. എന്താ ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ മക്കൾക്ക് നാളെ കഴിക്കാൻ അല്ലേ. നാളെ പക്ഷേ ഏലക്കല്ല കേട്ടോ, ഏലക്ക പൊടിയില്ല. കലമോ മതിയില്ലേ? ഒക്കെ പടം ആവണ്ടേ, പടം ആയി കിട്ടണ്ടേ. അടുപ്പത്ത് വിറകുണ്ട് കേട്ടോ. വിറകുണ്ട്. അങ്ങനെ വെച്ചാൽ ഇതിനുണ്ടാകുന്ന ഫുള്ള് കൊടുത്ത് വെക്കാം. ഇനി അങ്ങനത്തെ ഒരു കുപ്പിയിലും കൂടെ ഉണ്ട്. ഇനി കിട്ടുമ്പോൾ ചക്ക ചാടിച്ച് അവിടെ നിന്ന് കൊണ്ടുവരണം. എന്നിട്ട് വേണം ഉണ്ടാക്കാൻ. കൈകൊണ്ട് കുഴക്കുന്നത് ആ ചൂട് ഉണ്ടാവുക. കുഴക്കാലോ ഞാൻ കുഴക്കട്ടെ. മധുരം വേറെ ഒന്നുമില്ലല്ലോ. കുഴിച്ചു ഒരു കട്ട ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം കുഴക്കട്ടെ. കൈ കൊണ്ട് കുഴക്കാല്ലേ. ഫ്രിഡ്ജിലിരിക്കാവുകൊണ്ട് അതിൽ തണുപ്പൊക്കെ ഉണ്ട്. അറിയാം വൈകുന്നേരം ഇനി അരിപ്പൊടി ഇടേണ്ടി വരും. ഇല്ല നല്ല പോലെ ചക്കപ്പം എന്ന് പറയുമ്പോൾ ചക്ക മുന്നിൽ വെക്കണം. അങ്ങനെയല്ലേ? നല്ല മണമുണ്ട്. നെയ്യൊക്കെ നല്ല ഒഴിച്ച് കുറച്ചുകൂടെ പൊടി ഇടണോ? ചക്ക മുന്നിൽ നിൽക്കണ്ടേ? പക്ഷെ അറിയ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛനെങ്ങനെയാണ് അത് കുറച്ച് അറിയോ? വെള്ളമില്ല, ശർക്കരപ്പാനി ചക്കയാണ്. അരിപ്പിൽ കുറച്ച് മിക്സായില്ലേ? നെയ്യ് ഇങ്ങനെ ഒഴിക്കണം വേണ്ടല്ലോ. നല്ല മണമൊക്കെ ഉണ്ട്. നോക്കിക്കോ, നെയ്യിൻ്റെ മണം വരില്ലേ? മഞ്ഞത് മതി. ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ഇനി ഉണ്ടാക്കി വെക്കട്ടെ. വെള്ളം ഏറിയൊന്നും സംശയം ഉണ്ടെങ്കില്ല. ചക്ക കൂടിയിട്ടാണ്. പിന്നെ ഞാനിത് ഇലയിൽ പരത്ത. ഇതിടണ്ടേ? അത് എങ്ങനെ ഇടല്ലേ? അങ്ങനെ പക്ഷെ അവരിങ്ങനെ ആക്കുമ്പോ കടിക്കാൻ കിട്ടിയായിരുന്നു. വേണ്ട, എന്തായാലും പറഞ്ഞല്ലേ. നല്ല മധുരമുണ്ട്. അതൊക്കെ മൂപ്പിക്കട്ടെ. മൂപ്പിച്ചിട്ട് തേങ്ങ വെറുത്ത ആ നെയ്യിലൊന്നുകളെ ഒന്ന് മൂപ്പിച്ചു. എന്നാൽ രാജേട്ടൻ പറഞ്ഞിട്ട് നമ്മൾ കേട്ടില്ലാതെ വേണ്ട അല്ലേ? ഇനിയിപ്പോൾ ഇത് ആദ്യം മുതൽ ഞാൻ കുഴക്കണ്ടേ? ഈ തേങ്ങ കൊത്തെല്ലോടത്തേക്കും ആവണം. അപ്പം ഞാൻ പുറത്തടുപ്പത്തിൽ ഒന്നുകൂടിയിട്ട് നല്ല ഇലയിൽ അവിടെ പരത്ത് അല്ലേ. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇനി ഇതിൽ പരത്തുമ്പോൾ നേരെ ആക്കാം. എങ്ങനെ അറിയോ? ഇത്ര കൊടുക്കണം. നാളെ രാവിലേക്ക് ഞാനിട്ടാ ചീര, നമ്മുടെ ചീരല്ലേ, വേലിച്ചീര, പ്രഷർ ചീര അല്ലേ, അത് കുറച്ച് പറിച്ച് വെച്ചാൽ പറയാ. അല്ലെങ്കിൽ ഇപ്പം വിലയ്ക്കല്ല വെച്ചെങ്കിൽ നമ്മളെ തേങ്ങയൊക്കെ കൂട്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് വെക്കില്ലേ, അങ്ങനെ വെക്കാച്ചിട്ടാണ്. കാട് പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് കൊമ്പിട്ട് അവിടെ തന്നെ കുഴിച്ചോളും ചെയ്തു. ഇത് കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച് വെള്ളം എറിയുന്നു. ഇങ്ങനെയാകുമ്പോൾ സോഫ്റ്റും ഉണ്ടാവും. നല്ലപോലെ വേവണം നേരും അല്ലേ. നമുക്കത് കയ്യുമ്പോൾ ഒട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു. കയ്യൊന്ന് കഴുകട്ടെ. ജസ്റ്റ് നനച്ചാൽ അത് മാറും കേട്ടോ. നനച്ചാൽ ഒട്ടൽ മാറും.
ഇതങ്ങനെ അങ്ങനെ എന്ത് അത് ഉണങ്ങി അത് വേറെ റൂമിക്കിടന്നെ മടക്കിട്ട കാറ്റുള്ളട്ടാ ഉണങ്ങിയോ ഇങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ. അവര് രമണി ചേച്ചി കൊണ്ടുവന്ന് എങ്ങനെയാണെന്നറിയോ കട്ട അതിന് കുമ്പിള് കുത്തിയിട്ട് എങ്ങനെയത് എടുക്കുക എനിക്കറിയില്ല. അതിന് കയറൊക്കെ വേണം തോന്നുന്നുണ്ടല്ലേ, കയറൊക്കെ കുമ്പിളപ്പം പോലെ. എനിക്കത് അറിയില്ല കേട്ടോ, അതൊന്ന് പഠിക്കണം നീ ഉണ്ടാക്കാൻ. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കട്ടായിട്ട് മുറിച്ച് തിന്നാം. നമ്മളെ ഒരെണ്ണം അങ്ങനെ ആക്കി വെച്ചു. ഇനി ഇതൊക്കെ അങ്ങനെ ആക്കിക്കട്ടെ. ആ കൊമ്പെടുക്കട്ടെ. കഞ്ഞിവെള്ളം അരി വാർത്തതിൻ്റെ കഞ്ഞിവെള്ളം കൊണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെക്കാട്ടോ. ഇതിൽ വെച്ചാൽ പടാവുമെന്നൊന്നും അറിയില്ല. ആവി ഓട്ടത്തട്ടന്നെയാണ്. ഇരിക്കട്ടെ, ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കാം. അല്ല പിന്നെ ഒരുമിച്ച് വെച്ചാൽ വേവോ? അത് കുറേശ്ശെ വെച്ചാൽ മതിയോ? കുറേശ്ശെ വെക്കാം. അല്ലേ ഒന്നുകൂടെ വെക്കാം അല്ലേ? ഇത്രയുണ്ടല്ലോ. നമുക്ക് അടച്ച് വെക്കാൻ ഇപ്പോൾ ഇതുകൊണ്ട് അടച്ച് നോക്കാം. ഇനി ഇത്ര ഇവിടെ ഉണ്ട്. രണ്ടെണ്ണീശ കിടക്കാനുള്ള തന്നെയാണോ? ഇങ്ങനെ കിടക്കാനുള്ള ഒരു തേങ്ങ കിട്ടി നോക്കുമ്പോൾ അത് കെട്ടിയിട്ട് പൊളിച്ച് നോക്കുമ്പോൾ കേടുന്നാണ്. ഞാൻ തടുപ്പുള്ള കേട്ട് കത്തിക്കാലോട്ടാ. ഒന്നും കളയില്ല, ഒക്കെ അടുപ്പിക്കട്ടോ. ചകിരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് അവിടെ കിടന്നങ്ങനെ ആവട്ടെ. എന്തായാലും ചോറായി. അപ്പോഴേക്ക് നമ്മൾ മറ്റേ മീനില്ലേ ഇതുള്ള തന്നെ കൊണ്ടയ്ക്കാം. പിന്നെ ഈ കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കുക. ചിലപ്പോൾ ആർക്കേലും കഞ്ഞി കുടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളം കൂടെ അവിടെ വയ്ക്കാം. അതവിടെ കിടന്നാവട്ടെ അല്ലേ? കഞ്ഞിവെള്ളം അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താന്ന് വെച്ചാൽ മാന്തളാണ് വെള്ളത്തിലിട്ടേണ്ടത്. ചിലപ്പോൾ പുളിയൊക്കെ വെച്ചിട്ടാണ്. തക്കാളി കെട്ടി പുളി വെച്ചാൽ ഇന്നത്തേക്ക് ആയിട്ടാണ്. ചോറ് ഞാൻ വാർത്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ഇതിലേക്ക് ഇറക്കി വെച്ച്. അവന് കഴിക്കുമ്പോൾ നല്ല ചൂടോടെ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചാൽ അവന് ബാക്കി പരിപാടികളൊക്കെ വേഗം നോക്കട്ടെ. അപ്പോഴേക്കും അതങ്ങനെ ആവട്ടെ ഓരോന്ന്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചുക്കുവെള്ളം വയ്ക്കണം. കറീന് ഇതിൽ വെക്കാം. ഗ്യാസ് എടുത്തേക്കട്ടെ. മീൻ മാന്തള നേരേക്ക് വെച്ചിരുന്നു. ഇനി അതിന് കുറച്ച് കറിയും വെക്കണം, കുറച്ച് വറക്കും കൂടെ ചെയ്യാച്ചിട്ടാട്ടോ. കണ്ട അത്ര 100 മീനാണ് കൊണ്ടുവന്നത്. അപ്പം നോക്കുമ്പോൾ എന്താ പറയുക, രാജേട്ടൻ പറയുക തേങ്ങ അരച്ച് വയ്ക്കാൻ. അപ്പം അതിന് തേങ്ങ അരച്ച് വെച്ചു. തേങ്ങ അരച്ച് വെച്ചിട്ടോ. പച്ചമുളക് പിന്നെ ഇതിൽ ഓൺലൈനിൽ കണ്ടിട്ട് കുറേ ബോക്സുകൾ പച്ചക്കറികളിട്ടേക്കണേ അതിന് മേടിക്കണം. പക്ഷെ കഴുകി വെച്ചാൽ ഒരു കേടും കേട്ടോ, കുറേ നിൽക്കും. മറ്റവിടെ എത്രയും കളയലും അറിയോ ഒക്കെ കളയാം. അപ്പോൾ ഇത്ര തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടേ പൊടി ഒഴിച്ചിട്ടാണ് വേവിക്കുക. അപ്പോഴേക്കാണ് തേങ്ങ കുറച്ച് വല്ലാണ്ട് നിർത്തില്ല. ഇപ്പോഴുള്ള കറിക്ക് നാളത്തേക്കൊന്നും വെക്കില്ല. തേങ്ങ എടുത്തിട്ട് ചിലപ്പോൾ കുറച്ച് തേങ്ങ കണ്ട കുറച്ച് തേങ്ങ അരച്ചു കറി വെക്കണം. നമ്മുടെ ചക്കപ്പാട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ കത്തുണ്ട്. തീ കത്തുമ്പോൾ പണിയെടുക്കാൻ ഭയങ്കര ഉഷാറാട്ടോ. ഞാനങ്ങനെ വിചാരിക്കും, ഞാനിപ്പോൾ ജോലിക്കൊന്നും പോകണില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ അടുപ്പത്ത് തന്നെ കത്തിക്കും. കാരണം എനിക്ക് ഇഷ്ടമാണ് എന്താ പറയുക, നല്ല കത്തുന്ന വറവൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് അതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ചാൽ മീൻ കറിയാവും. അതിൻ്റെ മീനെടുത്തിട്ട് വറക്കും ചെയ്യുക. നമുക്ക് ഉപ്പേരി കഴിച്ചു നോക്കുള്ളൂ കേട്ടോ. ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കിയതാണ്. പച്ചക്കറി നല്ല കുറവാണ്. ഉപ്പേരിക്കൊന്നും ഉണ്ടാക്കാം. ചെറുപയർ നല്ലതാണല്ലോ. നമ്മൾ ഇത്ര കഴിച്ചായിരുന്നു. കേടന്നില്ലല്ലോ. ആ ചായ എടുക്കുമ്പോൾ കട്ടൻ ചായ രാജന്മാർ ചായ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നല്ല ചായ ഇഷ്ടം വേറെ വേണം. അമ്മട്ടിനെ പല്ല് കടിച്ച് പേടിപ്പിക്കും. പല്ലെന്നൊക്കെ കടിച്ച് അറിയില്ലേ. അതുപോലെ പാലിപ്പം പോയായിരുന്നു. അച്ഛനെ കുടിച്ചിട്ടില്ല അപ്പൂസും. പിന്നെ നമ്മളെ രാവിലത്തെ കറി എന്തായിരുന്നു അറിയോ? ഈ കറി ഉണ്ടാക്കി ഇതാരും കഴിക്കില്ല കേട്ടോ. ഇതുണ്ടോ നല്ല രസമുണ്ട്. ഇത് മുളക് പൂശിയും വെക്കില്ലേ, പരിപ്പും വെണ്ടയ്ക്കൊക്കെ പാടെ മുളക് പൂശിയും വെച്ചാൽ
ഞാനിത് കൂട്ടി കുറേ ചോറുണ്ട്. എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ കറി. എന്താ അറിയോ, രാവിലെ രാത്രിത്തെ മഴ കാരണം കറണ്ട് ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം ഇങ്ങനൊരു കറി വെച്ചു. അച്ചാറൊക്കെ ഉണ്ടാക്കിയായിരുന്നു തന്നെ. പിന്നെ ഈ ചെറുപയറിൻ്റെ ഉപ്പേരി അതായിരുന്നു. അതിന് വേഗം ഗ്യാസമ്മ കറി വെക്കട്ടെ. അപ്പുറത്ത് ചക്കപ്പം നമുക്ക് പോയൊക്കെ എന്തായി നോക്കട്ടോ. ഇതിവിടെ കിടന്നാവട്ടെ. ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ചക്കപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണേ. ശരിക്കും ആയോന്ന് കഴിച്ചു നോക്കിയാ, എന്നിട്ട് പറഞ്ഞ ഇതായിട്ടോ. നല്ല വെള്ളമൊക്കെ ഉണ്ട്. ചക്കപ്പം റെഡി ആയിട്ടോ, ഏകദേശം ആയി. 1-ാം ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെത്തിട്ട് വെന്തോന്നൊക്കെ നോക്കിയതാ. രസമുണ്ട് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇപ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കല്ല, തേങ്ങാക്കൊത്തിട്ട് പല രസമുണ്ട്. തണുക്കുമ്പോൾ കഴിക്കുകയാണ് അപ്പോഴാ രസം. നാളത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആവും. ചൂടോടെ നമ്മൾ മധുരം അറിയില്ല, തണുക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു ട്രിപ്പും കൂടെ വെച്ചിട്ട് ഇതും കൂടെ വെക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് വേഗം മീൻ വറക്കലും കറിവയ്ക്കലൊക്കെ വേഗം കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് കാണിക്കായിട്ട് ചോറിന് അച്ഛന് വേറെ ഇത് ഞങ്ങൾ ഉച്ചക്കത്തെ ചോറാട്ടോ. ഉച്ചക്കത്തെ ചോറ് ബാക്കിണ്ടാവുന്ന ഒരു കേടുമില്ല, തണുപ്പുണ്ടെന്നുള്ളൂ. രാജേട്ടന് തണുത്ത ചോറ് പറ്റില്ല, ചൂടുള്ളത് വേണം. അപ്പോൾ ഞാൻ വേറെ വെച്ചു. പിന്നെ ഇതാ നമ്മളെ എന്താ പറയുക, മാന്തൾ കറി ഞാൻ എടുക്കണില്ല. എനിക്ക് ഇതിഷ്ടമായത് എന്താ പറയുക, അതൊക്കെ നമ്മളെ ഉച്ചക്കത്തെ പരിപ്പും വെണ്ടയ്ക്കയും കൂടെ തക്കാളി മുളക് പൊടിയും വെക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഒഴിച്ച് കഴിച്ചു ഉച്ചയ്ക്ക്. പിന്നെ അതിലേക്ക് ഇങ്ങനെ മുളക് പൊടിയും വെക്കുമ്പോൾ ഉണക്കമീൻ വറുത്തതും. ഇതിലെന്താ പറയുക, ഏറ്റവും ഇഷ്ടമുള്ള സംഭവം തന്നെ മുളക്. ഇത് ഇങ്ങനെ കടിച്ച് കഴിക്കും, അത് രസമാണ്. അച്ചാറ് ഇന്ന് ഉപ്പേരി ഇല്ല കേട്ടോ, ഉപ്പേരി ചെറുപയറാണ്. അങ്ങനെ എപ്പോഴും ചായക്ക് എടുക്കും. ചോറിന് അപ്പോസരായിട്ടില്ല, വെള്ളം അവിടെ കഴിക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനത്തെ വിശേഷത്തിലുള്ളൂ.